റിയാലിറ്റി ഷോയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്, റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വൺ ഓഫ് ദ ലീഡിങ് സിംഗർ ആയിട്ടുള്ള ഞാൻ പേരൊന്നും പറയുന്നില്ല, അദ്ദേഹം ഈ പറയുന്നത് പോലെ നിഷ്കരുണം നമ്മളെ തള്ളിയിട്ടുണ്ട് ഒരു സമയത്ത്. എന്താ പറഞ്ഞത്? അല്ല, അന്ന് നമ്മൾ പാടിയിട്ട് പല്ലവി പോലും മുഴുവനാക്കാൻ നമ്മൾ അന്ന് സമ്മതിച്ചില്ല. ഇത് ഒരുപാട് ഫിനാൻഷ്യൽ ബാക്കപ്പ് വേണ്ട ഒരു മീഡിയയാണ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് നമ്മളെ തന്നെ ബ്രാൻഡിങ്ങും അതോടൊപ്പം നമ്മുടെ പ്രൊമോഷനൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ നമ്മളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടമൊക്കെ മേടിച്ച് പൈസയൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഈ 6 പാട്ടൊക്കെ ഉണ്ടാക്കുക. 6 പാട്ടൊക്കെ ഉണ്ടാക്കി സി ഡി എങ്ങാനും വിട്ടു പോകത്തുമില്ല. അപ്പോൾ അന്നൊക്കെ നാട്ടുകാരൊക്കെ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനക്ക് ഭ്രാന്താണ്, അല്ലെങ്കിൽ എന്തിനാണ് അതിൻ്റെ ആവശ്യം, നമ്മുടെ പള്ളിയിൽ നിന്നൊക്കെ എതിർപ്പുണ്ടാവും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തില്ല എന്നേ ഉള്ളൂ. പക്ഷെ ചെയ്യുന്ന സാധനം നമ്മൾ എപ്പോഴും നല്ല ക്വാളിറ്റി കീപ്പ് ചെയ്ത് ചെയ്യുക. അത് ഒരെണ്ണം മതി. ഇപ്പം നമ്മുടെയൊക്കെ ഉപ്പമാരൊക്കെ യൂസ് ചെയ്ത ഒരുപാട് വേർഡ്സുകളുണ്ട്. ഇപ്പം എത്താ വർത്താനം, അല്ലെങ്കിൽ ഇജ്ജൊന്ന് പൊയ്ക്കാന്നൊക്കെ പറയും. ഇപ്പോൾ റീസെൻ്റ്ലി അവിടെ നിൽക്കുന്ന ഡാബ്സി പോലെയുള്ള ആളുകൾ, ശരിക്കും അവരൊക്കെ ഒരേ സമയം നമ്മൾ പഴയ തലമുറയുടെ ഇമോഷൻസിനെയും ജസ്റ്റ് ട്രിഗർ ചെയ്യുന്നുണ്ട്, എന്നാൽ പുതിയ തലമുറയുടെ ഇമോഷൻസിനെയും ട്രിഗർ ചെയ്യുന്നുണ്ട്. മാപ്പിളപ്പാട്ടുകൾക്ക് ആ ശീലുകൾക്കൊരു പ്രത്യേകത ഉണ്ട്. പെട്ടെന്ന് ആളുകളുടെ ഉള്ളിലേക്ക് ഇത് ഇറങ്ങിച്ചെല്ലാനും പെട്ടെന്ന് സ്റ്റോർഡ് ഒരു കപ്പാസിറ്റി അതിനുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത്. മുത്തിടും കിതാബിൻ താളിൽ ചേർന്നിടും തസ്ബീഹ് പോൽ. പ്രണയം എപ്പോഴും മനസ്സിലുണ്ട്. പ്രണയമില്ലാത്ത ഒരാൾക്ക് നല്ലൊരു കലാകാരനാവാനോ അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനാവാനോ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതാണ്. നമ്മുടെ മുന്നിൽ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജംഷീദ് മഞ്ചേരി. ഹായ്. താങ്ക് യു. ഹൗ ആർ യു? ഫൈൻ. ഓക്കെ, നമ്മൾ ആക്ച്വലി യൂട്യൂബിൽ ഒരുപാട് നല്ല നല്ല ആൽബംസ് എന്താ പറയുക ചേട്ടനെ കേട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ആസ്വദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വന്നൊരു ക്യൂരിയോസിറ്റി ആട്ടോ, അതായത് ഇപ്പോൾ ഈ മലപ്പുറത്തുള്ള ഗായകന്മാർ ആക്ച്വലി ഭയങ്കര ടാലൻറ്റഡ് ആയിട്ട് ഭയങ്കര ഒരു സ്പെഷ്യൽ കാറ്റഗറി ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. ലൈക്ക് ഒരു ഡാബ്സി, MHR അങ്ങനെയൊക്കെ അതിൻ്റെ ഒരു ലിസ്റ്റ് നീളുകയാണ്. അപ്പം എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത? ആ ഒരു സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ടോ? അല്ലാതെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, മലബാറിൽ ബേസിക്കലി ഇപ്പോൾ മോയിൻകുട്ടി വൈദ്യർ മുതൽ ഉള്ള ഒരു ഇശലുകൾ അവിടെ മലബാറിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ആളുകളുടെ ഉള്ളിലാണെങ്കിലും അത് അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ മാപ്പിളപ്പാട്ടുകൾക്ക് ആ ശീലുകൾക്കൊരു പ്രത്യേകത ഉണ്ട്. പെട്ടെന്ന് ആളുകളുടെ ഉള്ളിലേക്ക് ഇത് ഇറങ്ങിച്ചെല്ലാനും പെട്ടെന്ന് സ്റ്റോർഡ് ആവാനുള്ളൊരു കപ്പാസിറ്റി അതിനുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബേസിൽ തന്നെ ആകണം നമുക്ക് കഴിഞ്ഞു പോയാൽ, അല്ലെങ്കിൽ നമ്മുടെ മുൻഗാമികളൊക്കെ അവരുടെ കണ്ടിട്ടാണല്ലോ നമ്മളും വരുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ മാപ്പിളപ്പാട്ടുകൾ എന്നൊക്കെ ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം അതൊന്നും ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകുന്ന പോലെയും ചില ആൾക്കാർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടാത്ത പോലെയും ഒരു സ്വഭാവം കണ്ടു തുടങ്ങുന്നുണ്ട്. പക്ഷേ ഇപ്പം ചേട്ടൻ്റെ സോങ്സ് ആയിട്ട് വരുമ്പം കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ്. ലൈക്ക് പ്രോപ്പർ ഒരു മാപ്പിളപ്പാട്ടല്ല, എന്നാൽ അതൊരു വേറൊരു ടോണിലൂടെ പക്ഷേ ആ ഒരു സ്ലാങ്ങും അത് വ്യത്യാസമുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ കീപ്പ് ചെയ്യാൻ, ലൈക്ക് ഒരു പ്രോപ്പർ മാപ്പിളപ്പാട്ടിലേക്ക് തന്നെ പോവാതെ എന്തുകൊണ്ടാണ് ഈ ഒരു ഇതിലേക്ക് കാറ്റഗറിയിലേക്ക് വന്നത്? നമ്മൾ ആക്ച്വലി ഞാൻ വരുന്നത് 2015-ലാണ്. ഈ 2015 നമ്മൾ വരുമ്പോൾ നമുക്ക് മുന്നേ ഒരു ട്രെൻഡിങ് ആയിട്ട് മാപ്പിള ആൽബംസ് ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെ കണ്ടിട്ട് അവരെ പോലെ ആകണം എന്നായിരുന്നു നമ്മുടെ ഡ്രീം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 2015 ഞാൻ ഫസ്റ്റ് ചെയ്തൊരു എന്നും ഞാൻ വരുവോളം എന്ന് പറയുന്നൊരു ഭാര്യനെ കുറിച്ച് പാടുന്നൊരു പാട്ട് ഞാൻ എഴുതി സംഗീതം ചെയ്ത് പാടി. ആ പാട്ട് അന്ന് ഏകദേശം 2 മില്യണൊക്കെ ക്രോസ് ചെയ്തായിരുന്നു അന്നത്തെ കാലം 2015. അപ്പോൾ അവിടെ വന്ന് അങ്ങനെയുള്ള പാട്ടുകൾ 2017-18 വരെ ഞാൻ ചെയ്തു. പക്ഷെ പിന്നീടാണ് എനിക്കിങ്ങനെ അതിൻ്റെ ആളുകൾ അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞു വരാനും, പിന്നെ മലബാറിൽ അത് നിൽക്കുകയും നേരെ മറിച്ച് നമ്മൾ എറണാകുളത്തേക്ക് വരുന്ന സമയത്ത് പോലും നമുക്ക് അത് ആളുകൾ പറയാൻ തുടങ്ങി ഇത് എന്ത് തരം പാട്ടുകളാണെന്നൊക്കെ. അപ്പോൾ നമുക്കിങ്ങനെ ആക്ച്വലി മലയാളത്തിലേക്ക് പതിയെ എങ്ങനെയെങ്കിലും ഒന്ന് മാറണം എന്നുള്ള, അല്ലെങ്കിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മലബാറിൽ മാത്രം ഒതുങ്ങി നിൽക്കാത്തൊരു ഗായകൻ അല്ലെങ്കിൽ പാട്ടുകൾ ചെയ്യാനുള്ളൊരു ത്വരയുണ്ടായി. അപ്പോൾ അതടിസ്ഥാനത്തിലാണ് നമ്മൾ കുറേ റെഫറൊക്കെ ചെയ്തിട്ടാണ് പിന്നീട് അതിന് ഫസ്റ്റ് വേണ്ടത് വരികളിലെ മാറ്റമാണ് തോന്നി. അപ്പോൾ അങ്ങനെ കൂടുതൽ മലയാളം സോങ്സ് എഴുതുന്ന ആളുകളെ അല്ലെങ്കിൽ സിനിമയിലൊക്കെ ചെയ്യുന്ന ആളുകളെയൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചു. അങ്ങനെയാണ് ഫസ്റ്റ് 2018-ലാണ് പൂമുത്തോളെ എന്നുള്ള പാട്ട് എഴുതി നമ്മൾ അജീഷ് ദാസൻ അദ്ദേഹത്തിന് ഞാൻ എഴുതാൻ ഏൽപ്പിച്ച് കണ്ണിൻമണിയെ പൂമോളെ എന്നുള്ളൊരു പാട്ട് ചെയ്തത് ഞാൻ സംഗീതം ചെയ്ത് സെയിം രാഗത്തിൽ തന്നെ, പൂമുത്തോളയുടെ അതേ രാഗത്തിൽ തന്നെ ചെയ്തു. കണ്ണിൻമണിയെ പൂമോളെ നെഞ്ചിനകത്തായി നീ വാഴ്, മാറത്തുതീരും കണ്ണീരിൽ തരിമാണിക്യമായി നീയാഴ്, തിങ്കൾ കൊമ്പിൽ തൂവൽ പോലെ.
അങ്ങനെ പോകുന്ന സാധനമാണ്. വരികൾ ഓർമ്മ കറക്റ്റ് ഓർമ്മയില്ല. മറ്റേ മലപ്പുറം ആ ഒരു സൈഡിൽ വരുന്ന കുറേ ഭാഷകളുടെ യൂസേജ് ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പം ഭയങ്കര സഭ്യമായിട്ടും യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എന്നാൽ ഇപ്പം റീസെൻ്റ്ലി കുറച്ചുകൂടെ ഹാർഷായിട്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നതുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഇപ്പം ചേട്ടൻ്റെ സംഗീതങ്ങൾക്ക് ഒരു വേറെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മേ ബി ലവ്, അങ്ങനെ ഭയങ്കര പ്യുവറായിട്ടുള്ള കുറേ കാര്യങ്ങളെ പറഞ്ഞു. അപ്പം അങ്ങനെ ഭാഷയെ ലൈക്ക് ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യണ കാണുമ്പം ചേട്ടന് പേഴ്സണലി എന്താ ഫീൽ ചെയ്യാറ്? അല്ല, അത് ശരിക്കും പറയുകയാണെങ്കിൽ അത് ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പം നമ്മുടെയൊക്കെ ഉപ്പന്മാരൊക്കെ യൂസ് ചെയ്ത ഒരുപാട് വേർഡ്സുകളുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി അവിടെ നിൽക്കുന്ന ഡാബ്സി പോലെയുള്ള ആളുകൾ ശരിക്കും അവരൊക്കെ ഒരേ സമയം നമ്മൾ പഴയ തലമുറയുടെ ഇമോഷൻസിനെയും ജസ്റ്റ് ട്രിഗർ ചെയ്യുന്നുണ്ട്, എന്നാൽ പുതിയ തലമുറയുടെ ഇമോഷൻസിനെയും ട്രിഗർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വേർഡ്സൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എത്താ വർത്താനം എങ്ങനെ സാധനമുണ്ട്. അപ്പോൾ ശരിക്കും എന്താണ് നിങ്ങളുടെ വിശേഷം എന്നാണ്, അല്ലെങ്കിൽ ഇജ്ജൊന്ന് പൊയ്ക്കാന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള വേർഡ്സുകളൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഒരു കുറച്ച് നാൾ എറണാകുളത്ത് വന്ന് ജീവിച്ചിട്ട് പിന്നെ തിരിച്ച് മലബാറിലേക്ക് പോകുമ്പോൾ ഇതെന്താ ഇങ്ങനെ പറയുന്നത് നമുക്ക് തന്നെ തോന്നിപ്പോകും. അപ്പോൾ ഞാൻ കാരണം ഒരു 10-14 വർഷം എറണാകുളത്തായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വേർഡ്സ് പക്ഷേ പുറമേയുള്ള ആളുകൾക്ക് കേൾക്കുന്ന സമയത്ത് ഇതൊരു ഭയങ്കര ഒരു വെറൈറ്റി തോന്നുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നമുക്ക് മലബാറിലുള്ള ആളുകൾക്ക് ഞങ്ങളുടെയൊക്കെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നതാണ് ഇങ്ങനെയുള്ള കൊളോക്കിയൽ വേർഡ്സുകൾ. അപ്പോൾ അതൊക്കെ ശരിക്കും കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾ വന്നിട്ട് അതിനെ ജസ്റ്റ് ട്രിഗർ ചെയ്യുമ്പോൾ അത് വീണ്ടും അതിന് ആസ്വാദകർ കൂടുന്നു, അല്ലെങ്കിൽ പഴമയിലേക്ക് വീണ്ടും തിരിച്ചു പോവുകയാണ്. ഇതാണ് എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഒരു തോന്നലുണ്ടായിട്ടുള്ളത്. ഇപ്പം ഈ പാട്ടുകളിൽ ഓരോ പാട്ടുകളിലും പ്രണയം ഭയങ്കര ഒരു മെയിൻ എലമെൻ്റ് ആണ്. അപ്പോൾ ഈ ലൈഫിൽ ഈ പ്രണയത്തെ അത്രയും കാത്തു സൂക്ഷിക്കുന്ന ഭയങ്കര ചെറിഷ് ചെയ്യുന്ന ഒരാളാണോ? പ്രണയത്തിന് എപ്പോഴും ഈ പറയുന്നത് പോലെ ഒരു മനോഹാരിത ഉണ്ടല്ലോ. പ്രണയം ഇല്ലെങ്കിൽ ലോകം തന്നെ ഇല്ല എന്നുള്ളതാണ് ശരിക്കും പറയുക. അപ്പോൾ പ്രണയം എപ്പോഴും മനസ്സിലുണ്ട്. പ്രണയമില്ലാത്ത ഒരാൾക്ക് നല്ലൊരു കലാകാരനാവാനോ അല്ലെങ്കിൽ ഒരു മനുഷ്യനാവാനോ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതാണ്. അപ്പോൾ നമുക്ക് എന്തിനോടും പ്രണയമാവാം. അപ്പോൾ കലാകാരന്മാരുടെ ഉള്ളിലൊക്കെ പ്രണയമില്ലെങ്കിൽ ഇല്ല. അതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് അങ്ങനെയാണ്. എന്തായാലും ഒരു ഗായകനായിട്ട് ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ ബേസിക്കലി ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഒരുപാട് എതിർപ്പുകൾ വന്നിരിക്കാം. കാരണം വളരെ ഒരു സാധാരണ ഫാമിലിയിൽ നിന്ന്, വളരെ ഒരു സാധാരണ ഗ്രാമം, ആ ഒരു സ്ഥലത്ത് നിന്ന് ഒരു പയ്യൻ അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങണമെന്നില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ എങ്ങനെയാണ് തരണം ചെയ്തത്, എങ്ങനെ അത് ഹാൻഡിൽ ചെയ്തത്? അതിൽ ഫസ്റ്റ് ഓഫ് എനിക്ക് പറയാനുള്ളത്, ഇത് ഒരുപാട് ഫിനാൻഷ്യൽ ബാക്കപ്പ് വേണ്ട ഒരു മീഡിയയാണ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് നമ്മളെ തന്നെ ബ്രാൻഡിങ്ങും അതോടൊപ്പം നമ്മുടെ പ്രൊമോഷനൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ 2015-16 കാലഘട്ടങ്ങളിലാണ് ഞാൻ വരുന്നത്. അപ്പം അന്ന് തന്നെ നമുക്ക് ഈ ആൽബംസൊക്കെ മേക്ക് ചെയ്യണമെങ്കിൽ അന്നൊക്കെ ഒരു പാട്ട് സിംഗിൾ സോങ്സ് അല്ല, CD-യുടെ കാലമാണ്. അപ്പോൾ നമ്മളൊക്കെ അവിടെ നിന്നൊക്കെ കടമൊക്കെ മേടിച്ച് കുറേ പൈസയൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഈ 6 പാട്ടൊക്കെ ഉണ്ടാക്കുക. 6 പാട്ടൊക്കെ ഉണ്ടാക്കി CD എങ്ങാനും വിട്ടു പോകത്തുമില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. കാരണം നമ്മൾ വരുന്ന സമയത്ത് യൂട്യൂബ് അങ്ങ് ആയി വരുവാണെന്നാൽ CD-യുടെ കാലഘട്ടം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്നൊക്കെ നാട്ടുകാരൊക്കെ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനക്ക് ഭ്രാന്താണ്, അല്ലെങ്കിൽ എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്, നമ്മുടെ പള്ളിയിൽ നിന്നൊക്കെ എതിർപ്പുണ്ടാവും. അന്നൊക്കെ അഭിനയിക്കുന്നൊരു ട്രെൻഡും കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ മുൻകഴിഞ്ഞ ആളുകളൊക്കെ അഭിനയിക്കും പാടുന്നത്. അപ്പോൾ മറ്റൊന്ന് വെച്ചാൽ ഇപ്പോൾ സിംഗർ മാത്രമേ നിൽക്കുകയാണെങ്കിൽ നമ്മളെ ആളുകൾ തിരിച്ചറിയത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ അഭിനയിക്കും കൂടെ ചെയ്യും. അഭിനയം അറിഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോഴൊക്കെ കാണുമ്പോൾ ചിരിച്ച് മണ്ണ് കപ്പും ഫേസിൽ എക്സ്പ്രഷൻസൊക്കെ കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അവിടെ എത്തുമെന്നുള്ളത്. ഓക്കെ. ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഇപ്പം വർക്ക് കമ്പോസ് ചെയ്ത ഏതെങ്കിലും ഒരു ഫേവറേറ്റ് സോങ് ഒന്ന് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയത്, ഇപ്പോൾ ഒരു 1 month മുന്നേ ഇറങ്ങിയത് അനുരാഗമേ എന്നുള്ള പാട്ടാണ്. ആരാധിക എന്ന് പറഞ്ഞ് അതും നന്നായിട്ട് പോയായിരുന്നു. ഒന്ന് നമുക്ക് പാടാൻ പറ്റും? മുത്തിടും പാടുവാണെങ്കിൽ, മുത്തിടും കിതാബിൻ താളിൽ ചേർന്നിടും തസ്ബീഹ് പോൽ കോർത്ത് റൂഹിൻ നേർത്ത നാരിൽ നല്ല പാതിയായി എൻ്റെ പാതിയായി. ഈ സാധനമാണ്. അത് അദ്ദേഹം എഴുതി ഞാൻ കമ്പോസ് ചെയ്ത പാട്ടാണ്. ഓക്കെ. ഇപ്പം ഇതേപോലെ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങോട്ടും ചാൻസ് ചോദിച്ച് വരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കാണുമ്പോൾ അവരോടുള്ള അപ്രോച്ചൊക്കെ എങ്ങനെയാണ്? ഞാൻ വന്ന വഴി ശരിക്കും അവർക്ക് പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് കട്ടുകളൊന്നും ഇതിനകത്തില്ല. സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ പോവുക, സ്ട്രൈറ്റ് ആയിട്ട് ഇതിനകത്ത് നമ്മൾ ഇന്നസെൻ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല കോണ്ടന്റ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തില്ല എന്നേ ഉള്ളൂ. പക്ഷെ ചെയ്യുന്ന സാധനം നമ്മൾ എപ്പോഴും നല്ല ക്വാളിറ്റി കീപ്പ് ചെയ്ത് ചെയ്യുക. അത് ഒരെണ്ണം മതി. ആ
ആ ഒരെണ്ണത്തിൻ്റെ പേരിൽ നമുക്ക് വേണമെങ്കിൽ ഒരുപാട് കാലം നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്പം മാപ്പിളപ്പാട്ടിൻ്റെ ആ ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ സാധാ ഒരു പാട്ടിൻ്റെ ഇതാണെങ്കിലും ഇപ്പോൾ വേറെ ഒരു പ്ലാറ്റ്ഫോമും എന്തുകൊണ്ട് ട്രൈ ചെയ്തില്ല, ലൈക്ക് റിയാലിറ്റി ഷോസ് അങ്ങോട്ടും എന്തുകൊണ്ട് പോയില്ല എന്ന് ചോദിക്കും. അല്ല, റിയാലിറ്റി ഷോയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്, റിജക്റ്റ് ചെയ്തിട്ടുണ്ട്, ഓഡീഷനിലൊക്കെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വൺ ഓഫ് ദ ലീഡിങ് സിംഗർ ആയിട്ടുള്ള ഞാൻ പേരൊന്നും പറയുന്നില്ല, അദ്ദേഹം ഈ പറയുന്നത് പോലെ നിഷ്കരുണം നമ്മളെ തള്ളിയിട്ടുണ്ട് ഒരു സമയത്ത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് ഞാൻ റീസെന്റ് പാടി, പേര് പറയണ്ട, പക്ഷെ എന്താ പറഞ്ഞത്? അല്ല, അന്ന് നമ്മൾ പാടിയിട്ട് പല്ലവി പോലും മുഴുവനാക്കാൻ നമ്മൾ അന്ന് സമ്മതിച്ചില്ല. നെക്സ്റ്റ് ടൈം നോക്കാമെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്തു. പക്ഷെ അദ്ദേഹം പാടിയൊരു പാട്ട് ഒരു 1 year ആയിട്ട് അനങ്ങാണ്ട് കിടന്നൊരു പാട്ട്, ഞാനും വേറൊരു സിംഗറും കൂടെ അത് ഒരു ഷോയിൽ പാടിയിട്ട് അത് ഭയങ്കരമായിട്ട് വൈറലായി, ട്രെൻഡിങ്ങിലേക്ക് വന്നു. ഇന്ന് ആ പാട്ടിൻ്റെ അദ്ദേഹത്തിൻ്റെ വ്യൂസ് ഏകദേശം 1.something million ഉണ്ട്. എൻ്റെ പാട്ടും ഞാൻ പാടിയ വേർഷൻസും ഏകദേശം ഒരു 6 lakhs ഒക്കെ അതും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയില്ല, നമ്മുടെ പാഷൻ കൊണ്ട് നമ്മൾ അന്നത്തെ ഒരു റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ നമുക്ക് അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. പിന്നീട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്കത് അത്ര, പിന്നെ എനിക്ക് തോന്നി നമ്മുടെ കുഞ്ഞു കഴിവാണെങ്കിലും നമ്മുടേതായ ഒരു വഴിയിൽ ഷോക്കേസ് ചെയ്യുക എന്നുള്ളത് തോന്നി. അതാണ് ബെറ്റർ എന്നും തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ്. ഏതാണ്ട് നമ്മൾ ഇൻ്റർവ്യൂവിൻ്റെ ഒരു അവസാനത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ ആരോമലെ എന്നുള്ള ആ പാട്ടും കൂടെ പാടിയിട്ട് അതെ. ആരാധികേ നിന്നരികിൽ കാവലായിരാപ്പകലിൽ കാലമാം യാത്രയിലൊന്നായി കോർത്തു നാം കൈവിരലാൽ പ്രാർത്ഥനാഗീതികളാലെ നോറ്റു ഞാൻ നിൻ വരവും കാത്തൊരാൾ കണ്ണിമ ചിമ്മാൻ നീ വരും വീതിയിലായി നെഞ്ചിലുരുകുന്നൊരെരിവയിൽ നിലവുകൾ ഇതുവഴി നീ തന്നു പോയില്ലയോ അനുരാഗമേ അതിലോലമേ. താങ്ക് യു സോ മച്ച്. അടിപൊളി. ഇനിയും നല്ല സോങ്സ് കേൾക്കാൻ പറ്റട്ടെ. താങ്ക് യു.